പൽഗാമിൽ ഹമാസിൻ്റെ കൂടി ഒരു ആക്രമണം അല്ലെങ്കിൽ പിന്തുണയുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഹമാസിൻ കൂടി അവിടെ ഉണ്ട് എന്നതിന് പുതിയ തെളിവുകൾ പുറത്തു വരികയാണ്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് സാർ ABC ഒരു വാർത്ത ചെയ്തു. അതിൻ്റെ തുടർച്ചയാണ് ഇത്. ഇതിന് കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ്? അതായത് ജെന്നിഫർ നെതാനിയേൽ ഒരു അമേരിക്കൻ സിറ്റിസണാണ്. അവർ ഭർത്താവ് സുശീൽ നെതാനിയേൽ, സുശീൽ എന്ന് പേരുണ്ടെങ്കിലും രണ്ടുപേരും ക്രിസ്ത്യൻസാണ്. അവർ ഇവിടെ ഈ ബൈസണിലെ പുൽമേടിലെത്തിയിരുന്നു. അവിടെ വെച്ച് സുശീൽ നെതാനിയേലിനെ വെടിവെച്ച് വന്നു. കലിമ ചൊല്ലാൻ പറഞ്ഞപ്പോൾ അറിയില്ല ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞപ്പോഴാണ് വെടിവെച്ച് വന്നതെന്നാണ് വാർത്തകൾ വന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇയാളെ വെടിവെക്കും മുമ്പ് സുശീൽ നെതാനിയേലിനോട് ഈ ഭീകരൻ ചോദിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനിയാണല്ലേ, പലസ്തീനിയക്കി ബാരേമേം പദാഹന എന്ന് ചോദിച്ചു. പാലസ്തീൻ്റെ കാര്യം നിനക്കറിയാമല്ലോ അല്ലേ? അത് പലസ്തീനിയക്കി ബാരേമേം പദാഹന എന്ന് ചോദിച്ചിട്ടാണ് ഇയാളെ വെടിവെച്ചതെന്ന് സുശീൽ നെതാനിയേലിൻ്റെ ഭാര്യ ജെന്നിഫർ നെതാനിയേൽ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അവർ ചോദിച്ചു, അതായത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ബോംബ് വീണും മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കെങ്ങനെ കളിയും ചിരിയുമായി ഇവിടെ ഇരിക്കാൻ പറ്റുന്നു? വാർത്തയൊന്നും നീയൊന്നും കാണുന്നില്ലേ എന്ന് ചോദിച്ചിട്ടാണ് ക്രിസ്ത്യാനികളായ ജെന്നിഫറിനെയും നെതാനിയേലിനെയും ഇവർ ആക്രമിച്ചതെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ദേശീയ ദിനപത്രമായ ടൈംസ് ഓഫ് ഇന്ത്യ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ ടൈംസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലയാള പത്രങ്ങളിൽ ഈ ജെന്നിഫർ നെതാനിയേലിൻ്റെ ഭർത്താവ് സുശീൽ നെതാനിയേൽ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പോലുമില്ല. ആകെ ഉള്ളത് അവിടുത്തെ ഒരു കുതിരക്കാരനായ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, തീവ്രവാദികളെ ചെറുക്കാൻ നോക്കിയ ആ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു. അതാണ് ഹിന്ദു അല്ലാതെ മരിച്ച ഒരാൾ, പിന്നെ ഒരു ക്രിസ്ത്യാനിയാണ്. ഇപ്പോൾ ഇതിനൊപ്പം തന്നെ ഈ മുസ്ലിം ഹാൻഡിലുകൾ ഇന്നലെ മുതൽ ഈ കുറേ ആളുകളുടെ പേരങ്ങ് മാറ്റിയിട്ട് പകുതി പേര് മുസ്ലിങ്ങളാണെന്നുള്ള പേരുണ്ടാക്കി സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നുണ്ട്. അതെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ രാമചന്ദ്രൻ ചേട്ടനുണ്ടല്ലോ എടപ്പള്ളിയിൽ, അദ്ദേഹത്തിൻ്റെ പേരൊന്നുമില്ല, അതിനൊക്കെ പകരം ഓരോ മുസ്ലിം പേരാക്കുക. കാരണം ഇവരെ സംബന്ധിച്ച് മതം ചോദിച്ചാണ് കൊന്നത് എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് വലിയ തിരിച്ചടിയായിപ്പോയി. കാരണം ഇതുവരെ ഇവിടെ നാട്ടിലെ ഒരു മുസ്ലിം സംഘടനയും ഇതിനെ അപലപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാശ്മീരിലെ മുസ്ലിമുകൾ പോലും ഇതിനെ അപലപിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിമുകൾ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇതിനെ വെള്ള പൂശാനുള്ള ഓരോ പടി. അതുകൊണ്ടാണ് പകുതി പേർ മുസ്ലിമുകളാണ് എന്നുള്ള പറയുന്ന ഒരു വ്യാജ ലിസ്റ്റ് ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഈ സുശീൽ നെതാനിയേലിൻ്റെ മരണവാർത്ത, കൊലപാതകം നടന്നത് എങ്ങനെയാണെന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം ഇപ്പോൾ എന്താ, കാശ്മീരിൽ അവിടെ ഇന്ത്യയോടുള്ള ദേഷ്യം ഹിന്ദുക്കളോടുള്ള ദേഷ്യമായി മാറി. അങ്ങനെയാണല്ലോ കാഫറുകളെ കൊല്ലുക എന്നുള്ള ഇവരുടെ ഉദ്ദേശ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകങ്ങൾ നടത്തുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ്റെ ഭാഗമാക്കണം. ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത, ഞങ്ങൾ ഈ ഭീകരവാദത്തെ അവർ അംഗീകരിക്കുകയാണ്, ഇവിടുത്തെ ഭീകരന്മാരെല്ലാം സ്വാതന്ത്ര്യ സമര പോരാളികളാണ് എന്ന് പറഞ്ഞുള്ള വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഇവർ പലസ്തീൻ ഇഷ്യൂ കൂടെ പറഞ്ഞിട്ടാണ് ക്രിസ്ത്യാനികളെ കൊന്നത്. പലസ്തീൻ ഇഷ്യൂ ജൂതന്മാരും മുസ്ലിമുകളും തമ്മിലുള്ള വിഷയമാണ്. അതിന് ക്രിസ്ത്യാനിക്ക് എന്താ കാര്യം? ജൂതന്മാർ യേശുവിനെ കൊന്നവരല്ലേ എന്നൊക്കെ കേരളത്തിലെ മുസ്ലിങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ക്രിസ്ത്യാനിയാണെന്നറിഞ്ഞപ്പോൾ നീ പാലസ്തീനിലെ കാര്യമൊന്നും അറിയുന്നില്ലേടാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കും, നിനക്ക് എങ്ങനെ ഇവിടെ ഉല്ലസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഇവരെ വെടിവെച്ചത്? അപ്പോൾ ജെന്നിഫർ പറയുന്നുണ്ട്, ഞങ്ങളുടെ രണ്ടും ഈ മെഡോ മനോഹരമായ പുൽത്തകടിയാണ് ഈ പ്രദേശത്തുള്ളത്. അവിടുത്തെ പുൽത്തടിയോട് ചേർന്നിട്ട് ഒരു ചെറിയ ഷെഡ് പോലെ ഉണ്ടായിരുന്നു. അവിടെ വിശ്രമിക്കാനിരിക്കുമ്പോഴാണ് പുറത്ത് വെടിവെച്ച കേൾക്കുന്നത്. എന്താണെന്ന് പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് രണ്ടുപേർ തോക്കുമായിട്ട് വന്നു. തോക്ക് ചൂണ്ടി കലീമ ചൊല്ലാൻ പറഞ്ഞു. അപ്പോഴാണ് നെതാനിയേൽ പറഞ്ഞത്, എനിക്ക് അറിയില്ല, ഞാൻ ഐ എം എ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഇത്രയും വാചകങ്ങൾ. ബാക്കിയുള്ളവരോട് ഈ പറഞ്ഞതുപോലെ വാചകമൊന്നും, നീ ഹിന്ദു ഓർ മുസൽമാൻ എന്ന് ചോദിച്ചു. മുസൽമാനാണെന്ന് ചിലർ കള്ളം പറഞ്ഞപ്പോൾ തെളിവ് ചോദിച്ചു. തെളിവ് ചോദിച്ചിട്ടും കലീമ ചൊല്ലാൻ പറഞ്ഞു. ചിലർ ട്രൗസർ അഴിച്ച് നോക്കി സുന്നത്ത് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയാൻ. നമ്മളതിനെ പറയാതിരിക്കുന്നത് നടന്ന സംഭവമല്ലേ എന്ന് ഇത്രയൊക്കെ ചെയ്തിട്ട് വെടിവെച്ച് കൊല്ലുകരുത്. പക്ഷേ എന്തെങ്കിലും കൂടുതൽ ഈ ഭീകരവാദികളിൽ ആരെങ്കിലും സംസാരിച്ചതായിട്ട് ആദ്യമായിട്ടാണ് ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ജെന്നിഫർ നെതാനിയേൽ എയർപോർട്ടിൽ വെച്ച് പറഞ്ഞിരിക്കുന്നത്, പലസ്തീനെക്കുറിച്ച് പറഞ്ഞു, പലസ്തീൻ്റെ കുഞ്ഞുങ്ങൾ മരിക്കുന്നു, അതുകൊണ്ട് നീയൊക്കെ എങ്ങനെ ഇവിടെ വന്ന് ആഘോഷിക്കുന്നു എന്ന് ചോദിച്ചു കൂടിയിട്ടാണ് ഈ കൊലപാതകങ്ങൾ ഇവർ നടത്തിയതെന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്, ഇതിനകത്ത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി POKയിലും കാശ്മീരിലും ഹമാസിൻ്റെ സാന്നിധ്യമുണ്ട്. അതിന് ഹമാസിൻ്റെ ഔദ്യോഗിക വക്താവായ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ ഖാലിദ് ഖദോമി പാകിസ്ഥാനിലുണ്ടായിരുന്നു. ഫെബ്രുവരി 10 ഉണ്ടായിരുന്നു. 10 കാശ്മീർ സോളിഡാരിറ്റി മാർച്ച് എന്ന തരത്തിൽ
POKയിൽ പാക് അധിനിവേശ കാശ്മീരിൽ ഒരു യോഗം നടന്നതിൽ ഖാലിൽ ഖദോമി പങ്കെടുത്തു. അതിനുശേഷം പാകിസ്ഥാൻ ചെയ്ത വേറൊരു കാര്യമുണ്ട്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിന് ശേഷം തടവിൽ നിന്ന് വിട്ടയച്ച 15 ഹമാസ് പോരാളികൾക്ക് പാകിസ്ഥാനിൽ കൊണ്ടുവന്ന് സ്വീകരണം കൊടുത്തു. അതുമാത്രമല്ല, ഇവിടെ അവർ ഈ പാകിസ്ഥാനെ ഭഗവൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഖാലിദ് ഖദോമി ഉൾപ്പെടെയുള്ള മുതിർന്ന ഹമാസ് നേതാക്കന്മാർ സന്ദർശിച്ചു. എന്നിട്ട് അൽ അക്സ ഫ്ലഡ്സ്, നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ്, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക. അൽ അക്സ ഫ്ലഡ്സ് എന്ന് പറഞ്ഞാൽ, അലക്സ അറിയാമല്ലോ, ടെമ്പിൾ മൗണ്ടിൽ ഇരിക്കുന്ന ഇവരുടെ ഒരു വിശുദ്ധ ദേവാലയമാണ്. ലോകത്തിലെ 3ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ പള്ളിയാണ്. പക്ഷേ അതിൻ്റെ അടിയിൽ ജൂതന്മാരുടെ 2 ദേവാലയങ്ങൾ, സോളമൻ്റെയും ഹെറോദോസ് രാജാവിൻ്റെയും കാലത്ത് പണിതുയർത്തിയ 2 ദേവാലയങ്ങൾ പൊളിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് റോക്ക് ഓഫ് ടെമ്പിൾ മൗണ്ടിൽ ഈ 2 ദേവാലയങ്ങൾ, അലക്സയും മറ്റേ വേറൊരു പള്ളിയും, ഒരു കറുത്ത പള്ളിയും സ്വർണ്ണ നിറത്തിലുള്ള മകുടമുള്ള പള്ളിയും, 2 പള്ളികൾ അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ അടിയിൽ 2 ദേവാലയങ്ങളുണ്ട്. തകർക്കപ്പെട്ട ഒരു ദേവാലയത്തിൻ്റെ മതിൽ മാത്രമേ ഉള്ളൂ, അത് വിലാപത്തിൻ്റെ മതിലെന്നാണ് അറിയപ്പെടുന്നത്. അതിൽ പിടിച്ചാണ് ജൂതന്മാരും ക്രൈസ്തവരും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അവരുടെ വിശുദ്ധ സ്ഥലമാണ്. ക്രൈസ്തവരുടെയും ജെറുസലേമിലാണ്, ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും വിശുദ്ധ സ്ഥലത്താണ് അധിനിവേശം നടത്തി ഈ പള്ളിയുള്ളത്. ആ പള്ളിയിൽ നിന്നുള്ള പ്രളയം എന്ന് പേരിട്ടാണ്, അൽ അക്സ ഫ്ലഡ്സ് എന്ന പേരിട്ടിട്ടാണ് 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ ഇവർ ആക്രമണം നടത്തിയത്. അപ്പം അതിൻ്റെ പേരിട്ട് കാശ്മീരിൽ ഒരു പരിപാടി നടത്തി. എന്നിട്ട് പറഞ്ഞു, കാശ്മീരിനെ മോചിപ്പിക്കണം, ജിഹാദ് നമ്മൾ തുടരും, ജിഹാദ് തുടരും. അവിടെയുള്ള ആളുകളുടെ, അവിടെ കാശ്മീരിൽ അധിനിവേശം നടത്തുന്ന ഇന്ത്യക്കാരുടെ കഴുത്തുകൾ വെട്ടും, നമ്മൾ കാശ്മീരിനെ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അൽ അക്സ മില്യൺ മാർച്ച് എന്നൊരു പരിപാടി അവിടെ നടന്നു. ഹമാസിൻ്റെ നേതാക്കന്മാർ കാശ്മീരിൽ വന്നു, POKയിൽ വന്നു. അതിൻ്റെ തുടർച്ച എന്നോണം നടന്ന ഈ ഭീകരാക്രമണത്തിൽ അവർ പലസ്തീൻ വിഷയം കൂടി ഉയർത്തിയിട്ടാണ് നഥാനിയലിനെ വെടിവെച്ചു കൊന്നതെന്ന് ഭാര്യ ജെന്നിഫർ പറഞ്ഞിരിക്കുന്നതുകൂടി. ഇത് കേവലം ഒരു ഭീകരാക്രമണമല്ല, ഇതിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞത് കൂടുതൽ ശരിവെക്കുന്ന വാർത്തകളാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇസ്രയേലിനെ സംബന്ധിച്ച്, ഇസ്രയേലിന് നിരന്തരം ഹമാസുമായി പോരാട്ടത്തിലാണ്. ഹമാസ് ലോകത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇസ്രയേലിൻ്റെ കൈകൾ നീണ്ടു ചെല്ലാറുണ്ട്. അത് വിദേശ രാജ്യങ്ങളിൽ പോയി ഹമാസിൻ്റെ നേതാക്കന്മാരെ കൊന്നിട്ടുണ്ട്, ലെബനോണിൽ കൊന്നിട്ടുണ്ട്, സിറിയയിൽ കൊന്നിട്ടുണ്ട്, ഹൂത്തികളെ കൊന്നിട്ടുണ്ട്. ഇപ്പോൾ ഹമാസിൻ്റെ സജീവ ഇടപെടൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലും വന്നിരിക്കുന്നു. സ്വാഭാവികമായും ഇസ്രയേൽ ഹമാസിനെ ലോകത്തെവിടെ പോയാലും ഹമാസിനെ വേട്ടയാടി കൊല്ലുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദി പറയുന്നതോടെയാണ് ഇന്ത്യയിൽ ഈ ഭീകരാക്രമണം നടത്തിയവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും വേട്ടയാടിക്കൊല്ലും എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പോയിന്റിൽ, ഈ ജങ്ചറിൽ നമ്മുടെയും ഇസ്രയേലിൻ്റെയും ശത്രുക്കൾ ഒന്നായി മാറുകയാണ്. രണ്ടും ഹമാസ് ബന്ധമുള്ള ലഷ്കർ ഇ തൈബ, ജെയ്ഷെ മുഹമ്മദ്, അതിൻ്റെ മറ്റൊരു രൂപമായി അവരുടെ ഒരു ആക്സിലറി ഫോഴ്സായിട്ട് ഹമാസ് കൂടെ മാറുന്നു. അതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത്, ഹമാസ് ഇപ്പോൾ ഗാസയിൽ മാത്രമാണ് ഹമാസിൻ്റെ ഓപ്പറേഷൻസ് ഉള്ളത്. അത് മാറിയിട്ട് ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ ലോകത്ത് മറ്റ് ചില ഭാഗങ്ങളിലേക്കൂടെ വ്യാപിക്കുന്നു. ഹമാസിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവരായിട്ട് നമ്മുടെ രാജ്യത്ത് ആക്രമണം നടത്തുന്ന പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകളിലും മാറുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്, ഏറ്റവും വലിയ തെളിവാണ് ജെന്നിഫർ എയർപോർട്ടിൽ വെച്ച് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ പലരും, ഇപ്പോൾ എന്നോട് ഒരു ദിവസം നമ്മുടെ സിനു പറഞ്ഞു, സിനു ആലുവയ്ക്ക് നിൽക്കുമ്പോൾ, ഇവിടെ എറണാകുളത്ത് നിന്ന് ആലുവയ്ക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ മുകളിൽ ഫ്രണ്ടിൽ ഹമാസ് എഴുതിയിട്ടുണ്ട്. അകത്ത് പോരാട്ടം തുടരും എന്നൊക്കെ പറഞ്ഞ് ഹമാസിൻ്റെ ചില വചനങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ തൃത്താല ഉറൂസിന് ഹമാസിൻ്റെ നേതാക്കൾ ഹനിയയുടെയും ഒക്കെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അന്നവിടെ ഉറൂസിൻ്റെ ഘോഷയാത്ര നടന്നത്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കോഴിക്കോട് വിമാനത്താവളത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ ഹമാസിൻ്റെ സ്ഥാപകരുടെയും ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ സ്ഥാപകരുടെയും ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചു. ഒരു ഓട്ടോറിക്ഷയുടെ പുറകിലും ഒരുപാട് സ്ഥലത്തുണ്ട്. അപ്പോൾ ഇവിടെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ പറയുന്നത്, ഹമാസ് ഇന്ത്യക്ക് ദോഷമൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇന്ത്യ നിരോധിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഹമാസിനെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ ഒരു കാലാവസ്ഥയുണ്ട്. അതിപ്പോൾ മാറി കാശ്മീരിൽ പഹൽഗാമിൽ നടന്ന ഓപ്പറേഷനിൽ ഹമാസിൻ്റെ പിന്തുണയുണ്ട്, ഹമാസിൻ്റെ സഹായമുണ്ടെന്ന് ഓരോ നിമിഷവും വെളിപ്പെടുന്ന പുതിയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജെന്നിഫറിൻ്റെ ഈ വെളിപ്പെടുത്തൽ അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല. ഇസ്രായേൽ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ ആദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച 2 പേരിൽ ഒരാൾ ബെഞ്ചമിൻ നെതന്യാഹു ആയിരുന്നു.
പുടിനാണ് ആദ്യം വിളിച്ചത്, അതിനുശേഷം ട്രംപ് വിളിച്ചു, ലോക നേതാക്കന്മാരൊക്കെ വിളിച്ചു. അഫ്ഗാനിസ്ഥാൻ, താലിബാൻ പോലും ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെ സർവാത്മന പിന്തുണ നൽകിയിരിക്കുകയാണ്. ഏതായാലും ഇസ്രയേലിൽ നിന്നുള്ള ഒരു സംഘം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഈ ഭീകരാക്രമണത്തിൻ്റെ സ്വഭാവം പഠിക്കാൻ, അതിനകത്തുള്ള ഹമാസിൻ്റെ ലിങ്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത ഇന്നലെ നമ്മൾ പറഞ്ഞു. അതിന് തൊട്ടു പിന്നാലെയാണ് ദേശീയ ദിനപത്രമായ ടൈംസ് ഓഫ് ഇന്ത്യ ഈ പറഞ്ഞ കാര്യങ്ങൾ, പലസ്തീൻ ചോദിച്ചിട്ടാണ് വെടിവെച്ചത്. നമ്മുടെ ഒരൊറ്റ പത്രത്തിൽ, കേരളത്തിൽ ഒരൊറ്റ മാധ്യമത്തിൽ വന്നിട്ടില്ല. ഇനി നാളെ കൊടുക്കുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ആ ചോദ്യം നമ്മുടെ കാതുകളിൽ മുഴങ്ങണം. പലസ്തീൻ കി ബാരേമേം പതാഹേന, പാലസ്തീനെക്കുറിച്ച് അറിയത്തില്ലേ എന്ന് ചോദിച്ചിട്ട് നിരപരാധിയായ ക്രൈസ്തവൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വെടിയുണ്ട കൂടി പഹൽഗാമിൽ കയറി പോയിട്ടുണ്ട്. അത് നമ്മൾ അറിയണം, കാണാതിരിക്കരുത്, പറയണം. ഇവിടുത്തെ മാധ്യമങ്ങൾ പറയാതിരിക്കുമ്പോൾ, പതുക്കി വെക്കുമ്പോൾ ഉറക്കെ പറയണം. ഹിന്ദു ആയതുകൊണ്ട് മാത്രമല്ല, ക്രിസ്ത്യാനി ആയാലും നീ കൊല്ലപ്പെടും. എന്തിനാണ് ആദിൽ എന്ന് പറയുന്ന ഒരു കുതിരക്കാരനെ വെടിവെച്ചു വന്നത്? അവൻ ഹിന്ദുവിനെ കൊല്ലാൻ നോക്കിയ തീവ്രവാദിയുടെ തോക്കിൽ കയറി പിടിച്ചതിനാണ്. എന്തുകൊണ്ടാണ് അവൻ തോക്കിൽ കയറി പിടിച്ചത്? കാരണം ജമ്മു കാശ്മീരിൽ ഇതുവരെ ഉണ്ടാവാത്ത തരത്തിൽ തീവ്രവാദത്തിനെതിരെ ജനം തെരുവിലിറങ്ങുന്നു. കാരണം 2019 ആർട്ടിക്കിൾ 370 മാറ്റിയതിന് ശേഷം അവർക്ക് സമാധാനപൂർവമായ ഒരു ജീവിതം അവിടെയുണ്ട്. അവർക്ക് ജീവിക്കാൻ വരുമാനമുണ്ട്, തൊഴിലുണ്ട്, അന്തസ്സുണ്ട്. അതെല്ലാം വീണ്ടും കളഞ്ഞു കുളിക്കാൻ തീവ്രവാദികൾ വന്നപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് അരി എങ്ങനെ വാങ്ങും, എൻ്റെ പെങ്ങന്മാരെ എങ്ങനെ കെട്ടിച്ചയക്കും, അവർക്കെങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും എന്നുള്ള വേവലാതിയിലാണ് ആ ചെറുപ്പക്കാരൻ ഈ മുസ്ലിം ഭീകരൻ്റെ തോക്കിൽ കയറി പിടിച്ചത്. അതിന് ഹിന്ദുവിനെ സഹായിക്കുന്നവനെയും കൊല്ലുമെന്നാണ് ഇസ്ലാമിക ഭീകരവാദികളുടെ നയം. അതാണ് അവിടെ കണ്ടത്. അപ്പോൾ വെടിയുണ്ട ഹിന്ദുവിന് മാത്രമുള്ളതല്ല, ക്രിസ്ത്യാനിക്കും കിട്ടും. കാരണം ഹിന്ദുവും ക്രിസ്ത്യാനും ഒരേപോലെ കാഫിറാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.